നമുക്ക് സേതുവിന്റെ പള്ളിവീട് നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതുവേണ്ടൻ തന്നോടെ പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പല്ലവി ഒരു അന്താളിപ്പോട് കൂടി സേതുവിനെ നോക്കുവാണ്. സത്യമാണോ സേതുവേട്ടാന്ന് ചോദിച്ചു. ആ സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, പല്ലുവേച്ചിയുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ, എന്തൊരു സന്തോഷാ. എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല സത്യമാണെന്നൊക്കെ ചോദിക്കുന്നേ. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കരുതി സേതുവേട്ടൻ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടേ വിടത്തുണ്ടായിരിക്കുള്ളെന്ന്. ആ സമയം അച്ചു ചോദിച്ചു, അങ്ങനെ തോന്നുന്നുണ്ടോ പല്ലവി ചേച്ചിക്ക്? ദേ ഈ ബാഗൊക്കെ അങ്ങോട്ട് കൊണ്ടേ വെക്കാൻ പറയണ. അങ്ങനെ പല്ലവി അച്ഛൻ്റെ അടുത്തേക്ക് എന്നപ്പോ തന്നെ ശ്രീഹരി പറഞ്ഞു, ഞാൻ ബാഗ് കൊണ്ടേ വെച്ചോളാന്ന് പറഞ്ഞു. ആ സമയം അച്ഛനെ കെട്ടിപ്പിടിച്ച് യാത്ര ചോദിക്കുവാണ് പല്ലവി. ഒരു നിമിഷം സേതു ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വന്നു. പല്ലവി വന്നിട്ട് സേതുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാനിത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല കേട്ടോ. അതെ, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോഴേക്കും ഋതു പറഞ്ഞു, അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ കൂടെ പോവാന്ന് സേതുവേട്ടൻ കരുതിയത്. പൂർണ്ണിമ പറഞ്ഞു, എന്നാലും ഇതൊരു വല്ലാത്ത തീരുമാനം തന്നെ ആയിട്ടോ. അപ്പോഴൊക്കെ ഇന്ദ്രൻ വല്ലാത്തൊരു ഞെട്ടല് നിൽക്കുകയാണ്. ഇന്ദ്രൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇവള് പേപ്പർ വാല്യുവേഷൻ ക്യാമ്പിലേക്ക് പോയി കഴിയുമ്പോൾ എന്തേലും ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ച ആ സമയത്ത് അവനും കൂടെ കെട്ടി എഴുന്നള്ളുന്നു. എന്ത് കാണാനാണോ അവൻ പോന്നേ? അല്ലെങ്കിലോ അവൾ എവിടെയാ സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് ഒരു പണി കൊടുക്കായിരുന്നു. അതും നശിപ്പിച്ചു. ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ. ഇന്ദ്രനാണ് ആകെപ്പെടെ ഭ്രാന്ത് പിടിച്ചോടെ നിൽക്കുക. ഋതു അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഇന്ദ്രന്റെ മുഖത്തെ അതൊക്കെ ഭാവവ്യത്യാസങ്ങളൊക്കെ. അത് മാത്രമല്ല സേതുവും പല്ലവിയും കൂടെ കെട്ടിപ്പിടിക്കുന്ന കണ്ടപ്പത്തേന് ഇന്ദ്രന് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. ഋതുവിന് മനസ്സിലായി ഇവന് മുഴു ഭ്രാന്ത് തന്നെയാന്നുള്ള കാര്യം. ഋതു അവന്റെ ഓരോ ചേഷ്ടകളും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവര് സന്തോഷത്തോടെ ഇറങ്ങുവാണ്. അവരങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും അച്ചു പറഞ്ഞു, പല്ലവി ചേച്ചിയുടെ ഭാഗ്യ സേതുവേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ, അതുപോലെ തന്നെ പല്ലവി ചേച്ചിനെ പോലെ ഒരു ഭാര്യയെ കിട്ടാനായിട്ട് ഏതൊരു പുരുഷനും ഭാഗ്യം ചെയ്യണം. അത് ഇന്ദ്രനെ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞായിരുന്നു. ഇന്ദ്രന് ദേഷ്യം വന്ന് കൈയൊക്കെ കുടഞ്ഞ് ഇന്ദ്രനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് ഋതു ഒന്നും മിണ്ടാതെ ഋതു അങ്ങോട്ട് പോകണം. പിന്നീട് ശ്രീഹരിയും അച്ചുവൊക്കെ മുറിയിലേക്ക് കയറുമെന്ന്. ഈ സമയത്ത് അച്ചു ശ്രീഹരിയോട് പറഞ്ഞു, സേതുവേട്ടന് എത്ര ഇഷ്ടമല്ലേ പല്ലവി ചേച്ചിന്? എന്താ അങ്ങനെ പറഞ്ഞ്? കണ്ടില്ലേ പല്ലവി ചേച്ചി തന്നെ പോണെന്ന് അറിഞ്ഞപ്പോ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ സേതുവേട്ടൻ കൂടെ പോയത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹണിമൂണൊന്നും കഴിഞ്ഞല്ലോ. ഇതൊരു ഹണിമൂൺ ട്രിപ്പ് തന്നെ അവരുടെ. ഇവിടെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി. ഇന്ന് വരെ നമ്മൾ രണ്ടുപേരും തനിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരു ഹണിമൂൺ ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? എപ്പോഴും ശ്രീഹരിക്ക് കട കച്ചവടം അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. എന്റെ കാര്യത്തിൽ ഒരു ചിന്തയില്ല. അത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു, ഓഹോ, ഞാൻ ഈ കച്ചവടം ഇതൊക്കെ നടത്തിയിട്ട് ഞാൻ പിന്നെ വേറെ ആർക്കൊണ്ട് വേണ്ട കൊണ്ട് കൊടുക്കുള്ളൂ. കുറച്ച് കള്ള് കുടിച്ച് നശിപ്പിച്ച് സിഗരറ്റ് വലിച്ച് അങ്ങനെയൊക്കെയാണല്ലോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ലല്ലോ ശ്രീഹരി. ശ്രീഹരി പിന്നെ എന്തിനാ ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറയണേ? പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതിന് അതിനല്ലേ അർത്ഥം? ഞാൻ നിന്നെ ഒരിടത്തും കൊണ്ടുപോകുന്നില്ല, നിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അങ്ങനല്ല ശ്രീഹരി, എനിക്കും ഇല്ലേ ആഗ്രഹം. കാരണം എവിടെയെങ്കിലൊക്കെ ഒന്ന് യാത്ര പോകണം. നമ്മൾ തനിച്ചായിട്ട് നമ്മൾ ഇതുവരെയായിട്ട് ഒരിടത്തും പോയിട്ടില്ലല്ലോ. എല്ലാവരും എല്ലായിടത്തൊക്കെ പോകുമ്പോൾ എനിക്കും ആഗ്രഹം കാണത്തില്ലേ? ശരിയാണ്, അച്ചു ഒരിടത്തും ഇതിനും പോയിട്ടില്ല, എപ്പോഴും വീട്ടിൽ തന്നെയല്ലേ, അങ്ങനെ അധികം ഒരിടത്തും പോയിട്ടൊന്നുമില്ല. ആ സമയത്ത് ശ്രീഹരി പറഞ്ഞു, അത് പിന്നെ അപ്പോഴേക്കും അച്ചു പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പത്തിന് ശ്രീഹരി അച്ഛനെ ചേർത്ത് പിടിച്ചു. നിനക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ പറ, നമുക്ക് പോവാം. വേണ്ട ശ്രീഹരി, ഇപ്പോഴെന്താളും പോകാൻ പറ്റില്ല. പല്ലവി ചേച്ചി സേതുവേണ്ണ ഇവിടെ ഇല്ലല്ലോ. പോരാത്തേന് ഋതു പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ സമയത്തല്ലേ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ വേണ്ടേ? പോരാത്തേന് ആ ഇന്ദ്രൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവനും ഉള്ളതും ഇല്ലാത്ത എല്ലാം കണക്കാ. എന്തേലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. ശ്രീഹരി പറഞ്ഞു, അപ്പൊ ആ ചിന്തയൊക്കെ ഉണ്ടല്ലേ? അത് കേട്ടതും അച്ചു പറഞ്ഞു, അങ്ങനെ അവരുടെ പ്രശ്നം അവിടെ തീർന്നു. ഈ സമയത്ത് എങ്ങോട്ടെന്നില്ലാതെ ലക്ഷ്മിയമ്മ ഇറങ്ങി നടക്കുവാണ്. ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ പഴയ പല കാര്യങ്ങളും വരുവാണ്. താൻ ആദ്യമായിട്ട് മേലെടുത്ത് വീട്ടിലേക്ക് കയറി ചെന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇത്രയും കാലം താനും വേണുവേണ്ട എത്ര സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നേ. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടം പറഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കുന്നതിലുപരി തൻ്റെ മോളെ കാണാതിരിക്കാനായിട്ട് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അതൊക്കെ ഓർത്ത് ലക്ഷ്മിയമ്മ ഇങ്ങനെ ഇറങ്ങി നടക്കുക. അപ്പോഴേക്കും മയൂരി വേണുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പപ്പ അമ്മ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല, പോയി ഒന്ന് അന്വേഷിക്കൂ പപ്പ. അമ്മ എവിടെയെങ്കിലും പോയി എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ?
എവിടെയെങ്കിലും പോട്ടെ, എനിക്കത് പ്രശ്നമല്ല. പപ്പ, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ട്. നീ കൂടുതൽ ന്യായങ്ങളോ അന്യായങ്ങളോ ഒന്നും പറയണ്ട. ശൈലജ പറഞ്ഞു. ഇപ്പോഴും കണ്ടില്ലേ, ഇത്രയൊക്കെ വലിയ തെറ്റ് അവള് ചെയ്തിട്ടും ഇവൾക്ക് അവളുടെ അമ്മയോടെ സ്നേഹം, നിന്നോടൊരു സ്നേഹവും ഇല്ല വേണു. ദേ അപ്പച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏത് തീയിലേക്ക് എണ്ണ ഒഴിക്കാൻ വന്നേക്കരുത്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാ. കാരണം എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുന്ന കാര്യ. എന്റെ അമ്മയത്. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ നിരപരാധിയാന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാ. അച്ഛൻ കാരണം പോലും അന്വേഷിക്കാതല്ലേ അമ്മേനെ ഇറക്കി വിട്ടെ. എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്തതെന്ന് അതെങ്കിലും നോക്കിയോ? ദേ കൂടുതൽ നീ ഒന്നും പറയണ്ട. എനിക്കിപ്പം നിന്റെ ജീവിത പ്രധാനം. വരുന്നവരൊക്കെ അവൾക്ക് വേറൊരു കുടിയിലൊരു മകനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരി നിന്റെ വിവാഹം മുടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദേ മയൂരി, വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് വേണു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. മയൂരിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പാവം അമ്മ എങ്ങോട്ടായിരിക്കും പോലും പോയിട്ടുണ്ടായിരിക്കുക. അതൊക്കെ ഓർത്തിട്ട് മയൂരിക്കും ടെൻഷനായി. അതേ സമയത്ത് ഇന്ദ്രൻ ആകെപ്പാടെ ടെൻഷനാ. ഇന്ദ്രനാണെങ്കിൽ ഒരു സമനിലയില്ലായിരുന്നു. കാരണം സേതുവും പല്ലവിയും കൂടെ ഒരുമിച്ചാ പോയിരിക്കുന്നത്. ഓരോ തവണ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും അവര് ഇങ്ങനെ കൂടുതൽ അടുത്തോണ്ടിരിക്കുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനാണെങ്കിൽ സമനില ഏറ്റവും തോന്നി. തലയ്ക്ക് ഭ്രാന്തളകുന്ന പോലെ തോന്നി. അപ്പോഴേക്കും ഋതു അങ്ങോട്ട് കയറി വന്നു. ഋതു വന്നിട്ട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജിത്ത് സത്യം പറയാ. എന്ത്? അല്ല ജിത്ത് ഇപ്പൊ ഇവിടെ എന്തെടുക്കുമായിരുന്നു? ഞാൻ എന്തെടുക്കാനായിട്ട്? ഞാനൊന്നും എടുക്കല്ലായിരുന്നു. അല്ല അവിടെ നിന്ന് എടുത്ത സാരി, പല്ലവിയുടെ സാരി, അതെവിടാ വെച്ചെന്ന് ചോദിക്കുക. സാരി? ഏത് സാരി? ദേ വെറുതെ എൻ്റെ അടുത്ത് കള്ളത്തരം പറയരുത്. ഞാൻ കണ്ടായിരുന്നു ജിത്ത് ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്തോ മറച്ചു പിടിക്കുന്നതായിട്ടും തോന്നിയായിരുന്നു. സത്യം പറ, സാരി എവിടെയാ? ഏത് സാരി? ഞാനൊരു സാരി എടുത്തിട്ടില്ലെന്ന് പറയണം. ഇതങ്ങനെ ഒരു നടക്ക് പോവില്ലെന്ന് മനസ്സിലായി. സത്യം പറയില്ലെന്നും മനസ്സിലായി. കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഋതു കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല. ഋതു എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങിപ്പോന്നു. ഈ സമയത്ത് ഋതു ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് വീണ്ടും സമനില ഏറ്റുവാണ്. ഇന്ദ്രന് അവർ രണ്ടുപേരും ഒരുമിച്ച് പോയ കാര്യമൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥ. ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുവാണ്. ആ പഴയ കണ്ടീഷനിലേക്ക് ഇന്ദ്രൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാജലക്ഷ്മിക്ക് പനിയൊക്കെ കുറച്ച് കുറഞ്ഞു. രാജലക്ഷ്മി രാവിലെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും പാറു നല്ല ചൂടുള്ള ചായ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ ഇത് കുടിക്കാനൊക്കെ പറഞ്ഞ് കൊടുക്കുവാണ്. രാജലക്ഷ്മിക്കാണെങ്കിൽ അത്ഭുതം തോന്നി. താൻ ഇവിടെ ഇത്ര ദ്രോഹിച്ചിട്ടുണ്ട്, എന്നിട്ടോ തനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ ഇവളേ ഉള്ളൂ. പിന്നീട് പറഞ്ഞു, പനി കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിക്കാം. എനിക്കിപ്പോ പനിയൊന്നുമില്ല, എന്റെ പനി കുറഞ്ഞു. അമ്മ എന്തിനാ പേടിക്കണേ? അമ്മയെ ആരും വന്ന് പൊക്കിക്കൊണ്ടു പോകാനൊന്നും പോകുന്നില്ല. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അമ്മ ഇങ്ങനെ പേടിച്ച് പനി പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എനിക്കിന്ന് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. അതെ, മോൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നതിന് ശേഷം ഞാൻ സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങിയത്. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്തൊക്കെയോ സ്വപ്നങ്ങളൊക്കെ കണ്ടു. സാരമില്ല, ഈ ചൂട് ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ഉണർവായിക്കോളും. അതിനുശേഷം അമ്മയൊന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കാപ്പിയൊക്കെ എടുത്തു വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പാറിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് രാജലക്ഷ്മി ഒരു നോട്ടം നോക്കി. പാറിന് മനസ്സിലായി എന്തൊക്കെയോ ഒരു മാറ്റം സംഭവിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കൊടികുത്തി വാഴുന്ന പോലെ കൽപ്പിച്ചുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പാറു അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ഇന്ദ്രൻ മുറിയിൽ അസ്വസ്ഥനായി ഇന്ദ്രന്റെ കണ്ണുകളിലേക്ക് വരുന്ന ആ ഒരു കാഴ്ച സേതും പല്ലവിയും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമാണ്. പോകാനിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇന്ദ്രന് തോന്നി ഇതിങ്ങനെ വെറുതെ വിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഇന്ദ്രൻ്റെ അടുത്ത് ഗുളിക ഒരെണ്ണം പോയി എടുത്ത് കഴിക്കുകയാണ്. കാരണം ഇനിയും ഗുളിക കഴിക്കാതിരുന്നിട്ടാണെങ്കിൽ താനിവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഭ്രാന്ത് കാണിക്കുന്ന ഇന്ദ്രൻ അറിയാം. ആ സമയം ഋതു അങ്ങോട്ട് കയറി വന്നു. ഋതു കണ്ടു ഇന്ദ്രൻ ഗുളിക കഴിക്കുന്നത്. പെട്ടെന്ന് ഋതു വന്നിട്ടിച്ചു, അല്ല ജിത്ത് എന്തിന്റെ ഗുളിക എപ്പൊ കഴിച്ചെന്ന് ചോദിക്കുക. എന്ത് ഗുളിക? സത്യം പറ, ഇപ്പൊ ജിത്ത് ഗുളിക കഴിക്കുന്നുണ്ടോ? അതിന് ജിത്തിനൊരു പ്രശ്നമില്ലെന്നല്ലേ പറഞ്ഞേ. പിന്നെ ജിത്ത് എപ്പൊ എന്തിനാ ഗുളിക എടുത്ത് കഴിച്ചെന്ന് ചോദിച്ചു. അത് കേട്ടതും എന്തു മറുപടി പറയണമെന്ന് അറിയില്ലാതെ ഇന്ദ്രൻ ഒരു പകപ്പോടെ നോക്കുകയാണ്. ഋതുവിന് മനസ്സിലായി പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയാണ്. കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ജിത്തിന്. ഒരു പക്ഷേങ്കിൽ മാനസിക വിഭ്രാന്തി കാണും. അതിനാണോ മെഡിസിൻ കഴിച്ചെന്ന് പോലും സംശയമുണ്ട്. തൻ്റെ അടുത്ത് പറഞ്ഞ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക എന്ന് ഋതു തിരിച്ചറിയുകയാണ്. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ജിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തന്നെ ഋതു തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ. ഇനിയിപ്പം ലക്ഷ്മിയമ്മയുടെ കാര്യം എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒടുവില് ലക്ഷ്മിയമ്മ മൂർത്തിയുടെ അടുത്തേക്ക് വരുമോന്ന് അറിയത്തില്ല. മൂർത്തി എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമെന്നും അറിയത്തില്ല. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.